പിറന്നാളൊക്കെ അല്ലേ, നല്ല സമയല്ലേ. അതെ 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 അതെന്തറിയോ, ഇതുവരെ ഉണ്ടായ ഒരു വിവാദങ്ങളും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല. അപ്പൊ ബോധപൂർവ്വം എന്നെ കൊണ്ട് പാട്ട് പാടിച്ച് ജനങ്ങളെ എതിരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഞാനും രാഹുലും ചേർന്ന് പാടാം. പെട്ടെന്നായതുകൊണ്ട് വരികളൊക്കെ നാടിൻ നന്മകനെ പൊന്മകനെ മുത്താദേവനെ നാടിൻ സിരിയനും കണ്ണീരനും നയവനെ. അതെ അതെ ഇല്ല, അങ്ങനെ സാധാരണഗതിയിൽ പിറന്നാളെന്ന് പറയുമ്പം വീട്ടിലുണ്ടെങ്കിൽ അമ്മയുടെ ഒരു സദ്യ ഉണ്ടാവും. അപ്പം നാട്ടിലെ സഹപ്രവർത്തകരെല്ലാം വീട്ടിൽ വരും, ഒരു കേക്ക് കെട്ടിയും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പിറന്നാളെന്ന് പറയുന്നത്. ഇങ്ങനൊരു പിറന്നാൾ തെരഞ്ഞെടുപ്പിന് മധ്യത്തിലുള്ളൊരു പിറന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ തെരഞ്ഞെടുപ്പിന് മധ്യത്തിലുള്ള പിറന്നാളിനെ പറ്റി ആലോചിക്കാനേ കഴിയില്ലല്ലോ. ജനറൽ ഇലക്ഷനൊക്കെ നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മെയ്യിലാണ്. എൻ്റെ പിറന്നാൾ നവംബറിലാണ്. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട്. ഇല്ലില്ല, ആരും വിളിച്ചില്ല കേട്ടോ. ഇല്ല, പരിഭവമൊന്നുമില്ല, അത് അവരറിഞ്ഞിട്ടുണ്ടാവില്ലോ. നേതാക്കളൊക്കെ വിളിച്ചിരുന്നു. ആശംസ, പക്ഷേ ഈ പിന്നെ ഫോൺ കയ്യിലില്ലാത്തതുകൊണ്ട് ഈ രാവിലെ തൊട്ട് ഭവന സന്ദർശനമാണ്. അപ്പൊ അതുകൊണ്ട് ആശംസകൾ നേരിട്ട് ആർക്കും മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഇന്നലെ രാത്രിയിൽ കൽപ്പാത്തി നിൽക്കും. സത്യത്തിൽ ജന്മദിനം ഞാനും മറന്നുപോയിരുന്നു. മറന്നുപോയെന്ന് പറഞ്ഞാൽ അങ്ങനെ ജന്മദിനം മറന്നു പോകുന്ന തിരക്കെന്നല്ല, ഇവിടെ ആയതുകൊണ്ട് ഈ ഡേറ്റ് മറന്ന് ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്മ കൽപ്പാത്തി നിൽക്കുമ്പോൾ അമ്മ വിളിക്കുന്നു. അപ്പോൾ അമ്മ വിളിക്കുമ്പോൾ ഫോൺ കൊണ്ട് തന്നപ്പോഴാണ് ഇങ്ങനെ ജന്മദിനമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ പറയുമ്പോൾ തൊട്ടടുത്ത് അമ്മ ഓർത്തിരിക്കുമല്ലോ. അവർക്ക് ഇപ്പോൾ കുറേ ആയിട്ട് പിറന്നാളിന് വീട്ടിലുണ്ടാകലില്ല. അപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിറന്നാൾ കഴിഞ്ഞിട്ട് എന്നാണോ വീട്ടിൽ വരുന്നത് അന്നങ്ങ് ജന്മദിനമായിട്ട് ഒരു സദ്യയൊക്കെ വെച്ച് കേക്കൊക്കെ കെട്ടിയിലാണ് ഇപ്പോൾ ശീലമായിട്ടുള്ളത്. അപ്പൊ ഇത്തവണ അതുണ്ടാവും. ഇവിടെ പോയാൽ അടുത്ത വർഷത്തെ ബർത്ത്ഡേ സർപ്രൈസ് ആണ്. രണ്ടുപേർ ചേർന്ന് പാലക്കാട് എനിക്ക് ഉത്തരവാദിത്തമില്ല ഇത്. അല്ല, ഈ വാചകത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല. അത് മൂപ്പരുടെ മാത്രം ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. എനിക്ക് ആ വാചകവും ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് യാതൊരു വിധമായ ഉത്തരവാദിത്തമില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു ഫോൾസ് പ്രോമിസ് ഞാൻ തരുന്നില്ല. ഒന്നുമില്ല, ഇത് തന്നെ വളരെ സർപ്രൈസാണ്. ഇന്നിപ്പോൾ വാർത്ത കണ്ടതുകൊണ്ട് വേറൊരു രസം ഉണ്ടായിരുന്നപ്പോൾ രാവിലെ ഭവന സന്ദർശനത്തിലായിരുന്നു. അപ്പോൾ ആദ്യം പോയ 1-2 വീടുകൾ നമ്മുടെ തന്നെ സഹപ്രവർത്തകരുടെ വീടായിരുന്നുകൊണ്ട് അന്നേരം അവർ മധുരമൊക്കെ തന്നു. അപ്പോൾ അതിങ്ങനെ വാർത്തയായി കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന എല്ലാ വീടുകളിലും എന്തെങ്കിലും ഒരു മിഠായിയെങ്കിലും ഒരുവിധം എല്ലാ വീട്ടിൽ നിന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആളുകൾ ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ഉള്ളിലെടുക്കുന്നു. അവരുടെ ഉള്ളിൽ ഒരാളായതുകൊണ്ടാണല്ലോ അവരങ്ങനെ സെലിബ്രേറ്റ്, അവരുടെ ഒരു പാർട്ടായതുകൊണ്ടാണല്ലോ ആ സെലിബ്രേഷന്റെ ഭാഗമാകുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. അമ്മ ഇവിടില്ല, അമ്മ നാട്ടിൽ പോയി. തുടർന്നുള്ള വർഷങ്ങളിലെ ബർത്ത്ഡേ ചന്ദ്രേട്ടൻ്റെ ഒക്കെ കൂടെ പാലക്കാട് തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇലക്ഷൻ നമ്മൾ എതിരാക്കാനുള്ള പരിപാടിയാണ്. ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ഥിരമായിട്ടൊരു പാട്ട് പാടാം. പുള്ളിയുടെ പ്രശ്നം, പുള്ളിക്ക് ഈ ബർത്ത്ഡേ പാട്ട് അറിയില്ല എന്നുള്ളൂ. നിങ്ങളുടെ സ്ഥിരമായിട്ടൊരെണ്ണം പാടിക്കും, സ്ഥിരം ഒരു പാട്ട് പാടിക്കും. സന്തോഷപ്പാട്ട് ഹിന്ദി. जो मेरी रूह को चैन दे प्यार दे वो खुशी बन गए हो तुम, जिंदगी बन गए हो तुम, जिंदगी बन गए हो तुम, जो मेरी रूह को चैन दे प्यार दे वो खुशी बन गए हो तुम, जिंदगी बन गए हो तुम, जिंदगी बन गए हो तुम. 23 വലിയ കേക്ക് മുറിക്കും. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും സന്തോഷം.